ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. എൻ്റെ പഴയ മെഷീൻ മാറ്റി ഒരു പുതിയ മെഷീൻ എടുത്തു. അപ്പോൾ പുതിയ മെഷീൻ്റെ വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പം മെഷീൻ്റെ ഇപ്പോഴത്തെ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു 2 ആഴ്ച വെട്ടിയതിന് ശേഷമാണ് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ പെർഫോമൻസ് നേരിട്ട് അറിഞ്ഞ് കാണിച്ചു തരുന്നത്. ഒരുപാട് മെഷീൻ ഞാൻ വിറ്റിട്ടുണ്ട്, പക്ഷേ സ്വന്തമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇത് ഉപയോഗിക്കാനുള്ള കാരണം, ഇത് വാങ്ങാനുള്ള എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ പഴയ മെഷീൻ ഒഴിവാക്കാനൊക്കെ ഉണ്ടായ കാരണം എൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത് ഞാൻ പോയിരുന്നു. എറണാകുളത്ത് ഒരു രാജേഷ് എന്ന് പറഞ്ഞ ഒരു സുഹൃത്തിൻ്റെ അടുത്ത്. ആ രാജേഷ് എന്ന സുഹൃത്തിന് ഞാൻ ഈ മെഷീൻ ഒരെണ്ണം കൊടുത്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ നല്ല പെർഫോമൻസ് ആണെന്നൊക്കെ പറഞ്ഞു. അപ്പം പുള്ളിക്കാരനെ ഒന്ന് കാണാനും എല്ലാത്തിനും കൂടി പോയതാണ്. അപ്പം മെഷീൻ ഞാൻ ഉപയോഗിച്ച സമയത്താണ് അതിൻ്റെ പെർഫോമൻസും അതിൻ്റെ പവറൊക്കെ മനസ്സിലായത്. അങ്ങനെ ആ ഒരു സ്വന്തമായിട്ട് ഇതെനിക്ക് ഉപയോഗിക്കണം എന്ന് തോന്നി ഞാനൊന്ന് വാങ്ങിയതാണ്. അത്യാവശ്യം മൈലേജും കിട്ടുന്നുണ്ട്, അപാര മൈലേജും കിട്ടുന്നുണ്ട്. നല്ല നമ്മൾ ഈ 38,000, 40,000, 50,000 ഒക്കെ കൊടുത്ത് വാങ്ങുന്ന ഒന്നാം തരം കമ്പനി മെഷീൻ്റെ അതേ പവറും കിട്ടുന്നുണ്ട്. അതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. അപാര പവർ എന്ന് പറഞ്ഞാൽ നമ്മൾ റോപ്പ് ഇട്ട് വെട്ടുന്ന സമയത്ത് തന്നെ അത്യാവശ്യം നമ്മൾ ബ്ലേഡ് ഇട്ട് കട്ട് ചെയ്യുന്ന പോലെ കട്ടായി പോകുന്നുണ്ട്. പിന്നെ ബ്ലേഡ് ഇട്ട് വെട്ടുകയാണെങ്കിൽ നമ്മൾ അറിയേയില്ല, അതായത് എന്തെങ്കിലും കട്ടായി പോകുന്ന അറിയേയില്ല. അത്രയും സ്മൂത്തായിട്ട് വെട്ടിപ്പോവും, വൈബ്രേഷനൊന്നും ഇല്ലാതെ അടിപൊളിയായിട്ട് വെട്ടിപ്പോവും. പിന്നെ മെഷീനെ കുറിച്ച് രൂപങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഏതാണ്ട് ഈ ഒരു ഷേപ്പ്. ഇതിൻ്റെ ഹൗസിങ് ഭാഗം നമ്മൾ മറ്റു മെഷീനെ പോലെയൊന്നും അല്ല. ഇത് റിപ്പയർ ചെയ്യാനും സുഖമാണ്. അതായത് ഇതിൻ്റെ ബയറിങ്, ഡ്രമ്മ്, സർക്കിളിപ്പൊക്കെ അയക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മറ്റു മെഷീനിൽ ഓപ്ഷനുകൾ കൂടുതലില്ല. ഇതിന് ഹൗസിംഗ് ഒന്ന് അഴിച്ചു മാറ്റിക്കഴിഞ്ഞാൽ, ഈ ഭാഗം അഴിച്ചു മാറ്റിക്കഴിഞ്ഞാൽ എല്ലാം നമുക്ക് നേരിട്ട് കാണാൻ കഴിയും. സർക്കിളിപ്പ് അഴിച്ചെടുത്തിട്ട് ഡ്രമ്മും അതേപോലെ തന്നെ ബയറിങ്ങും ഒക്കെ മാറ്റാൻ ഏറ്റവും പെട്ടെന്ന് വർക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റത്തിൽ ഇത് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ സ്റ്റാർട്ടർ ഭാഗം ഇതാ ഈ ഒരു സിസ്റ്റത്തിലാണ് സ്റ്റാർട്ടർ. ടാങ്കൊക്കെ ഒരു വേറെ മോഡലാണ്. പിന്നെ അതേപോലെ ഇനി ഇതിൻ്റെ സെറ്റിൽ വരുന്നത്, അതായത് ഇതിൻ്റെ കവറിങ്ങിൽ വരുന്നത്, ഇതൊരു കൂട്ടത്തിൽ വരുന്നത് ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്ന ടൈപ്പാണ്. നമ്മളിങ്ങനെ ആക്സിലേറ്റർ പിടിക്കുന്ന ടൈപ്പല്ല, ഇങ്ങനെ നീക്കുന്നതാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇതെനിക്ക് സുഖമായിട്ട് തോന്നി, കാരണം എൻ്റെ കയ്യിൽ കടച്ചിലുള്ള ഒരു കൈയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ പിടിച്ചു നിൽക്കുമ്പോൾ വിരലും കൈയൊക്കെ കൂച്ചു പിടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഞാനിങ്ങനെ ഒരു പ്രത്യേക പൊസിഷനിൽ ഇട്ടിട്ട് ആവശ്യമുള്ള സ്പീഡിൽ ഇട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കൈ വെക്കുക ഞാൻ ചെയ്യുക. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് സുഖമാണ്. അപ്പം ഇനി ആവശ്യമുള്ള ആളുകൾക്ക് ഇതിൻ്റെ അല്ലാത്ത ടൈപ്പ്, അതായത് ഇങ്ങനെ ട്രിഗർ പിടിക്കുന്ന ടൈപ്പ് ഇതിൻ്റെ കൂട്ടത്തിൽ ഇനി മുതലുള്ളതിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശുപാർശ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി വാങ്ങുന്ന ആളുകൾക്കൊക്കെ അങ്ങനെയുള്ളതായിരിക്കും കിട്ടുക. അതേപോലെ തന്നെ ബെൽറ്റ് 1 സൈഡ് ബെൽറ്റ് ആയിരിക്കും ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. അത് ഡബിൾ സൈഡ് ബെൽറ്റ് വാങ്ങാൻ വേണ്ടി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ കൂടുതൽ ടാപ്പങ്കോ ഇല്ല, ടാപ്പങ്കോ കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി വാങ്ങുന്ന ആളുകൾക്കൊക്കെ അങ്ങനെ ഉണ്ടാവും. അപ്പം ആകെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നല്ല പവറുള്ള അടിപൊളി ഒരു മെഷീനാണ്. ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ ഞാൻ നമ്മുടെ പുതിയ മെഷീൻ കൊണ്ടൊന്ന് വെട്ടി കാണിച്ചു തരാം. ഇത്തിരി പവർ കുറച്ചിട്ടുണ്ട് ഞാൻ, കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് അങ്ങനെ കുറച്ചാലും അഡ്ജസ്റ്റ് ചെയ്ത് അത്യാവശ്യം സ്പീഡിൽ വെട്ടാൻ കഴിയും എന്നുള്ള വിശ്വാസം കൊണ്ടാണ് ചെയ്തത്. അതായത് ഒരു 3.5 മണിക്കൂർ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. 3.5 മണിക്കൂറൊക്കെ എടുക്കുക എന്ന് പറയുമ്പം ചില ആളുകൾക്ക് ഇത് വെട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും. എന്നാലും ആ 3.5 മണിക്കൂർ കിട്ടുന്ന അവസ്ഥയിലുള്ള സ്പീഡ് കാണിച്ചു തരാം. ഒരു 2.25-2.5 മണിക്കൂർ കിട്ടുന്ന രൂപത്തിൽ ട്യൂൺ ചെയ്തിടുക അത് നല്ലത്. ഞാനൊരു 3.5 കിട്ടാൻ വേണ്ടിയിട്ട് പരമാവധി ചെയ്ത് വെച്ചേക്കാണ്. അപ്പൊ എന്നിട്ടും അത്യാവശ്യം സ്പീഡ് ഉണ്ട്, ചുരുക്കി പറഞ്ഞാൽ അത്യാവശ്യം സ്പീഡ് ഉണ്ട്. ഇതാണ് ഞാൻ പവർ കുറച്ച് വെച്ചിട്ടുള്ള അവസ്ഥയാണിത്. പവർ കുറച്ചിരുന്നാൽ പോലും
നല്ല സ്പീഡ് കിട്ടും. ഇനിയിപ്പം 3.5 എന്നുള്ളത് ഒരു 3 2 ഒക്കെ ആക്കി വെച്ചാൽ അപാര സ്പീഡാണ്. പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓടേണ്ടി വരും മെഷീൻ്റെ കൂടെ. അപ്പോൾ ഞാൻ എറണാകുളത്ത് എൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത് പോയി എന്ന് പറഞ്ഞല്ലോ, രാജേഷിൻ്റെ അടുത്ത്. രാജേഷ് ട്യൂൺ ചെയ്തിട്ടൊന്നുമില്ല, എന്നാലും 2.50 കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഉണ്ടോ, വെട്ടിത്തീരാനായിട്ട് ഒരുപാട് സമയം എടുക്കൂല, പെട്ടെന്ന്. അതായത് എൻ്റെ സുഹൃത്ത് രാജേഷ് ഇത് ട്യൂൺ ചെയ്തിട്ടില്ല, എന്നാലും 2.50 കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞത്. പുള്ളിക്കാരൻ വെട്ടുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ 1 ഏക്കർ സ്ഥലം ചുരുങ്ങിയത് 8, 9, 10 മണിക്കൂറിനുള്ളിൽ തീർക്കും. സാധാരണഗതിയിൽ എല്ലാവരും ഫുള്ളായിട്ട് ഒരു ഏക്കർ ഫുള്ള് ഏരിയ വെട്ടി തീർക്കാൻ 12 മുതൽ 15 മണിക്കൂർ എടുക്കുമെങ്കിൽ നമ്മുടെ ഈ മെഷീൻ വെച്ചിട്ട് 9 മണിക്കൂർ 12 മണിക്കൂർ അതിനുള്ളിലായിട്ട് വെട്ടി തീർക്കുന്നുണ്ട്. ഒരു സെക്കൻഡുകൾ കൊണ്ടാണ് വെട്ടി തീർക്കാൻ പറ്റുക. ശരിക്കും നമ്മുടെ ഈ മഞ്ഞപ്പുല്ലൊക്കെ വെട്ടാന്നുണ്ടെങ്കിൽ കണ്ടോ, ഈ ടൈപ്പ് മഞ്ഞപ്പുല്ല് വെട്ടാൻ നല്ല പവർ വേണം. ഞാൻ ഈ മൈലേജ് കൂടാൻ വേണ്ടിയിട്ട് ട്യൂൺ ചെയ്ത് വളരെ സ്ലോ ആക്കിയിട്ട് പോലും മഞ്ഞപ്പുല്ലിനെ വെട്ടി തകർത്ത് കളയുന്നുണ്ട്. അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല മെഷീനാണ്, ആവശ്യമുള്ളവര് കോണ്ടാക്ട് ചെയ്യാം. അപ്പൊ അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടും വരെ ബൈ.